ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, താമരശ്ശേരിയിൽ ദേശീയപാതയോടത്തെ EV ചാർജിംഗ് മെഷീനകത്ത് നിന്നും പെരുമ്പാമ്പിനെ പിടികൂടിയത്. അപ്പം ആ വാർത്തയിലേക്ക് നമുക്കൊന്ന് പോയേക്കാം. അപ്പോൾ പെരുമ്പാമ്പിനെ പിടികൂടിയിട്ടുണ്ട്. EV ചാർജിംഗ് മെഷീനകത്ത് നിന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടെത്തിയ വാഹനത്തിന്റെ ഡ്രൈവറാണ് ആദ്യം ഈ പാമ്പിനെ കണ്ടത്. താമരശ്ശേരി RRT അംഗം എത്തി പാമ്പിനെ പിടികൂടി. മുബാറക്ക് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മുബാറക്ക്, വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, ഇന്നലെ രാത്രി ഒരു 10:30-ഓടെയാണ് ഇങ്ങനെ ഒരു പെരുമ്പാമ്പിനെ ഈ താമരശ്ശേരി ഭാഗത്ത് കാണുന്നത്. അതായത് താമരശ്ശേരി ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന വട്ടക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഗോ ഈസി EV ഇലക്ട്രിക് സ്റ്റേഷനിലാണ് ഇത്തരത്തിലൊരു പെരുമ്പാമ്പിനെ കണ്ടത്. ഈ പെരുമ്പാമ്പ് തൊട്ടടുത്ത പ്രദേശത്ത്, അതായത് കാട് മൂടിക്കിടക്കുന്ന സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഈ പമ്പിനോട്, അതായത് ഈ ചാർജിങ് സ്റ്റേഷനോട് പിന്നിലായിട്ട് ഒരു തുറന്ന വയലുണ്ട്. ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിയതാകാനാണ് സാധ്യത എന്നാണ് വിലയിരുത്തൽ. ഇന്നലെ ഇവിടെ ഈ വാഹനം ചാർജ് ചെയ്യാനെത്തിയ വാഹനത്തിന്റെ ഡ്രൈവറാണ് പെരുമ്പാമ്പിനെ ആദ്യം ഈ സ്റ്റേഷനകത്തുള്ള മെഷീനിനകത്ത് കാണുന്നത്. തുടർന്ന് ജീവനക്കാരനോട് കാര്യം പറയുകയായിരുന്നു. അങ്ങനെ ജീവനക്കാരൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ, താമരശ്ശേരി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. അവിടെ നിന്നുള്ള സർപ്പ, അതായത് RRT അംഗങ്ങൾ സ്ഥലത്തെത്തി ആണ് ഇന്നലെ രാത്രി പാമ്പിനെ പിടികൂടിയത് എന്നുള്ളതാണ്. എന്തായാലും വലിയ കൂറ്റൻ പെരുമ്പാമ്പൊന്നുമല്ല, ചെറിയത് തന്നെയാണ്. എന്നിരുന്നാലും ഒരു അപകടം ഒഴിവായി എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ദേശീയപാതയോരമാണ്, തിരക്കുള്ള പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും ഈ പ്രദേശത്ത് നിരന്തരമായി കഴിഞ്ഞ ദിവസങ്ങളിലാകെ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ സ്റ്റേഷൻ പരിസരത്ത് ബാറ്ററികളെല്ലാം പ്രവർത്തിക്കുന്നത് കൊണ്ടും അല്പം ചൂടുള്ളത് കൊണ്ടും ചിലപ്പോൾ ഇവിടേക്ക് എത്തിയതാകാമെന്നുള്ളതാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നൽകുന്ന വിവരം. സേതു, ഓക്കെ മുബാറക്ക്, ശരി. ഇതൊക്കെ എങ്ങനെ എഴഞ്ഞു കയറി ഇങ്ങോട്ടേക്ക് വന്നു കയറുന്നു എന്നുള്ളതാണ് നമ്മളെയൊക്കെ ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പെരുമ്പാമ്പൊക്കെ ആക്ച്വലി പാവാണ് തോന്നുന്നു. പെരുമ്പാമ്പൊന്നും അങ്ങനെ വിഷമുള്ള പാമ്പല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആളുകളെയൊക്കെ വിഴുങ്ങുകയല്ലേ ചെയ്യുക. അപ്പോൾ അതിന് അങ്ങനെ കടി സംഭവം കുറവാണ് പെരുമ്പാമ്പിനൊക്കെ. പക്ഷേ ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാലേ, പെരുമ്പാമ്പിനെയൊക്കെ കാണുമ്പോൾ തന്നെ പാമ്പിനെ പേടിയുള്ളവരുടെ ഒരു പകുതി ജീവനങ്ങ് പോകും. പെരുമ്പാമ്പ് അതേപോലെയാണ് ഈ മറ്റേ പാമ്പില്ലേ, രാജവെമ്പാല ആക്ച്വലി ഭയങ്കര പാമ്പാണ്. ആ പാമ്പ് അങ്ങനെ മനുഷ്യരൊന്നും ഉപദ്രവിക്കാറേ ഇല്ല. അത് പിന്നെ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളോട്ട് വരാറുമില്ല, അത് വേറൊരു കാര്യം. വന്നാൽ തന്നെ അങ്ങനെ ഉപദ്രവിക്കാറൊന്നുമില്ല. പക്ഷേ ഈ രാജവെമ്പാലയൊക്കെ ഇങ്ങനെ തല ഉയർത്തി, എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എൻ്റെ ഇത്രയും പൊക്കം കാണും ഒരു തല ഉയർത്തിയൊക്കെ നിൽക്കുമ്പം. അതിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഈ പെരുമ്പാമ്പിനെ കണ്ടാൽ പകുതി ജീവൻ പോവുമെങ്കിൽ രാജവെമ്പാലെ കണ്ടാൽ മുഴുവൻ ജീവനും വാള് വീണ് അപ്പോഴേ തീരും. അപ്പം അതാണ് ഈ പാമ്പുകളുടെയൊക്കെ ഒരു പ്രശ്നം. അല്ലെങ്കിൽ പാമ്പിനെ പേടിയുള്ളവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും കുറച്ചധികം പേടിയാണ്. പിന്നെ നമ്മൾ ഈ വേനൽക്കാലത്ത് ഒരിടയ്ക്ക് മുൻപ് പാമ്പുകൾ ഈ മാളം വിട്ട് പുറത്തിറങ്ങിയ ആളുകളെ കടിക്കൽ പരിപാടികൾ ഉണ്ടായിരുന്നു. കുറേ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇപ്പോൾ വീണ്ടും ഈ മഴക്കാലം ആകുമ്പോഴത്തേക്കും സമാനമായൊരു സ്ഥിതി നമ്മൾ കാണേണ്ടി വരും. ഇവരുടെ മാളമൊക്കെ ഇടിഞ്ഞു പോയിട്ടേ ഇവർ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വീട്ടിലും അപ്പോഴാണ് നമുക്ക് കൂടുതലും ഈ ഷൂവിനുള്ളിൽ, ഹെൽമറ്റിൽ, അതേപോലെ തന്നെ ഈ ചൂട് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പാമ്പ് കയറിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തേക്ക് എങ്ങനെ ജാഗ്രതയോട് പോയോ ആ തരത്തിലേക്ക് വീണ്ടും ജാഗ്രതയോടുകൂടി ഇഴജന്തുക്കൾ കൂടുതലും ഇറങ്ങാനുള്ള സാധ്യത ഇനി കൂടുതൽ. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു 24-ാം തീയതി 25-ാം തീയതിയൊക്കെ മഴ വരാൻ പോവുക. കാലവർഷം കൂടിയൊക്കെ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തോരാ മഴയായിരിക്കും സംസ്ഥാനത്ത് വരാൻ പോകുന്നത്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ജൂൺ 1 ആകുമ്പോഴത്തേനും ഈ പിള്ളേർക്ക് സ്കൂൾ തുറക്കുന്ന ഘട്ടത്തിൽ വീണ്ടും ഇപ്പം മാത്രമല്ല, ഇപ്പോൾ ഇടവപ്പാതി നിൽക്കുകയാണല്ലോ, ഇടവമാസമാണ്. അപ്പം അതുകൊണ്ട് മഴക്കാലമായതുകൊണ്ടും അതേപോലെ ന്യൂനമർദ്ദം വരുന്നു, അതേപോലെ തന്നെ ചക്രവാത ചുഴി വരുന്നു. അപ്പം ഈ ഘട്ടങ്ങളൊക്കെ കൂടിയും കണക്കിലെടുത്ത് കുറച്ചധികം ജാഗ്രതയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം, പ്രത്യേകിച്ച് ഇഴജന്തുക്കളുമായി ബന്ധപ്പെട്ട്.